റോമർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്ക് വേണ്ടി മരിച്ചു. നീതിമാന് വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം, ഗുണവാന് വേണ്ടി പക്ഷേ മരിക്കുവാൻ തുനിയുമായിരിക്കും. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കുകയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചു. നാം ബലഹീനരായിരുന്നപ്പോൾ ക്രിസ്തു തക്ക സമയത്ത് അഭക്തയായ നിങ്ങൾക്കും എനിക്കും വേണ്ടി ക്രൂശിൽ മരിച്ചു. ഈ നീതിമാന് വേണ്ടി ആരെങ്കിലുമൊക്കെ മരിക്കാൻ തയ്യാറാകുമായിരിക്കും. അതും അങ്ങനെ സാധ്യമല്ല, അത് ദുർലഭമാണ്. എന്നാൽ ഗുണവാന് വേണ്ടി മരിക്കാൻ തുനിയുമായിരിക്കും. ആരെങ്കിലും ഒരുപക്ഷെ ഒരു നീതിമാന് വേണ്ടി മരിക്കാൻ തുനിയുമായിരിക്കും. ഇത് രണ്ടും സാധ്യത കുറവാണ്. എന്നാൽ പാപിക്ക് വേണ്ടി, പരാജിതന് വേണ്ടി, തകർന്നവന് വേണ്ടി, ദോഷിയായ ഒരുത്തിന് വേണ്ടി, സമൂഹവും മനുഷ്യനും മതവും ഒക്കെ എഴുതിത്തള്ളിയ ഒരുത്തിന് വേണ്ടി മരിക്കാനൊന്നും ആരും തയ്യാറാകത്തില്ല. അവനെ കൊല്ലാൻ ശ്രമിക്കത്തേ ഉള്ളൂ. പക്ഷേ ക്രിസ്തുവോ, യേശുവോ നിങ്ങൾ പാപികളായിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് വേണ്ടി മരിക്കുകയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ ആ ക്രൂശിൽ ക്രിസ്തുവിലൂടെ പ്രദർശിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ വചനത്തിൻ്റെ വാക്യത്തിൻ്റെ ആഴവും വലുപ്പവും ഭയങ്കര വലുതാണ്. നമ്മളെ കർത്താവ് സ്നേഹിച്ചത്, ക്രിസ്തു ക്രൂശിൽ നമുക്ക് വേണ്ടി മരിച്ചത് നമ്മളെന്തോ പെർഫെക്റ്റ് ആയതുകൊണ്ടല്ല, നമ്മൾ ഇംപെർഫെക്റ്റ് ആയതുകൊണ്ടാണ്. നമ്മൾ അയോഗ്യരായിരുന്നു, എന്നാൽ ക്രിസ്തു ക്രൂശിൽ അയോഗ്യർക്ക് വേണ്ടി മരിച്ചു, അവരെ യോഗ്യരാക്കാൻ. അന്യരും പരദേശികളുമായിരുന്നവരെ സ്വന്തമാക്കാൻ ക്രിസ്തു ക്രൂശിൽ മരിച്ചു. മുൻപേ ദൂരസ്ഥരായിരുന്നവരെ സമീപസ്ഥരാക്കാൻ ക്രിസ്തു ക്രൂശിൽ മരിച്ചു. ഇതിലെല്ലാം ഉപരിയായിട്ട് നിങ്ങളുടെ ജീവിതത്തിലെ പാപങ്ങളുടെ പരിഹാരത്തിനു വേണ്ടി കാൽവറി ക്രൂശിൽ യേശു ക്രിസ്തു യാഗമായി. കാരണം മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരമായി ഒഴുക്കപ്പെട്ട ഒരേ ഒരു രക്തമേ ഉള്ളൂ, അത് യേശുവിൻ്റെ രക്തമാണ്. കാരണം പാപിക്ക് പാപിയെ രക്ഷിക്കാൻ പറ്റില്ല, കുരുടനെ വഴി കാണിക്കാൻ പറ്റത്തില്ല. കാഴ്ചയുള്ളവന് മാത്രമേ കാഴ്ചയില്ലാത്ത കുരുടനെ വഴി കാണിക്കാൻ പറ്റത്തുള്ളൂ. കയ്യിൽ വെളിച്ചമുള്ളവന് മാത്രമേ വഴികാട്ടിയാകാൻ കഴിയത്തുള്ളൂ. പാപമില്ലാത്ത ദൈവമായിരുന്നവൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ വേഷത്തിൽ മനുഷ്യനായി ഈ ഭൂമിയിൽ നിങ്ങൾക്കായി ജനിച്ച്, നിങ്ങൾക്കായി മരിച്ച്, നിങ്ങൾക്കായി അടക്കപ്പെട്ട്, മൂന്നാം നാൾ നിങ്ങൾക്കായി മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും നിങ്ങൾക്കായി അവൻ ജീവിക്കുന്നു. അവനെ കാത്തിരിക്കുന്നവരുടെ പ്രത്യക്ഷതയ്ക്കായി, അവനെ കാത്തിരിക്കുന്ന നിങ്ങൾക്കായി അവൻ മേഘാരൂഢനായി വേഗത്തിൽ മടങ്ങി വരുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ സ്നേഹത്തോടെ പറയട്ടെ, ഇത്രമാം സ്നേഹത്തെ, നമ്മൾ മറക്കുമ്പോഴും നമ്മളെ മറക്കാത്ത ആ സ്നേഹത്തെ, നമ്മൾ കൈവിട്ടപ്പോഴും അല്ലെങ്കിൽ നമ്മളങ്ങ് അകന്നു പോയപ്പോഴും നമ്മളെ കൈവിടാത്ത സ്നേഹത്തെ, ഇത്രമാം സ്നേഹത്തെ, നമ്മളെ കരുതിയ സ്നേഹത്തെ, നമുക്ക് വേണ്ടി ജീവൻ തന്ന ആ സ്നേഹത്തെ, നമുക്ക് വേണ്ടി സകലവും അവസാന തുള്ളി രക്തം വരെയും നൽകിയ ആ സ്നേഹത്തെ എത്ര നാൾ തള്ളി ഞാൻ, മറന്നു ഞാൻ. ദൈവമേ, ഈ മഹാപാപത്തെ നീ ഓർക്കല്ലേ കർത്താവേ, നിന്റെ കരുണ എന്നിൽ കാണിക്കണമേ. ഇന്ന് ഈ മെസ്സേജ് കേൾക്കുന്ന നിങ്ങളോട് പരിശുദ്ധാത്മ പറയുന്നു, കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു, യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. അപ്പം നിങ്ങൾ ചോദിക്കും, കർത്താവിന് എന്നോട് എത്ര സ്നേഹമുണ്ട്? ചില പിള്ളേർ അപ്പനോട് ചോദിക്കും, ഡാഡി അമ്മ എന്നെ എത്ര ഇഷ്ടപ്പെടുന്നേ? 50% ആണോ, 10% ആണോ, 70% ആണോ, 100% ആണോ? എത്ര സ്നേഹമാണ് എന്നോടുള്ളേ? കർത്താവ് തൻ്റെ ആണിപ്പഴുതുള്ള 2 കരവും നിങ്ങളെ ഉയർത്തി കാണിച്ചിട്ട് പറയും, നീ ആ ക്രൂശിലേക്ക് നോക്ക്. ഞാൻ നിന്നെ സ്നേഹിച്ചത് മരണത്തോളമാണ്, എൻ്റെ ജീവൻ ഞാൻ നിനക്ക് നൽകി. ഞാൻ നിന്നെ സ്നേഹിച്ച ദൈവമാണ്. ആ സ്നേഹം ഒരു നാൾ ഉതിർന്നു പോകില്ല. ആ സ്നേഹം ഒരിക്കലും നിങ്ങളെ കൈവിടില്ല. ഈ കർത്താവിൻ്റെ സ്നേഹം എന്നും നിലനിൽക്കുന്ന സ്നേഹമാണ്. അതുകൊണ്ട് ആ ക്രൂശിനെ ധ്യാനിച്ചുകൊണ്ട്, ആ ക്രൂശിലെ ക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും.